നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിലാണ് ചാരവശാൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. എന്നാൽ 14-ാം തീയതിക്ക് ശേഷം 7-ാം ഭാവത്തിലേക്ക് വരികയും ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് ഈ മാസത്തിൽ 15-ാം തീയതിക്ക് ശേഷമാണ് മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുക. കാരണം ചന്ദ്രലഗ്നാധിപതിയും 4-ാം ഭാവാധിപതിയുമായിരിക്കുന്ന വ്യാഴം 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ദൈവാധീനം വർദ്ധിക്കുകയും കുടുംബസംബന്ധമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ 19-ാം തീയതി രാഹു 3-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കാണ് മാറുന്നത്. അപ്പോൾ ഇഷ്ടസ്ഥാനത്ത് രാഹു മാറുകയും ശുക്രനും ശനിക്കും രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥ ഉണ്ടാകുന്നത് മാറുകയും ചെയ്യുമ്പോൾ അവിടെ മാളവയോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാളവയോഗം എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നൊരു ഗുണമാണ്. അപ്പോൾ കലാപരമായിരിക്കുന്ന കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കുക, ആ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക മുതലായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ തറവാട് സ്വത്ത് കൈവശം വരാനുള്ളൊരു യോഗമാണ്. ലഗ്നാല് 6-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അതേപോലെ 5-ൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിവർത്തിസ്ഥാനാധിപതി സഞ്ചരിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് പുതിയ പ്രേമബന്ധങ്ങൾ, പുതിയ വിവാഹം ആലോചിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാനും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം വിദേശത്ത് പോകണം, വിനോദസഞ്ചാരത്തിന് പോകണം എന്നുള്ളവർക്കൊക്കെ അത് സാധിക്കുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ആ കേതുവിൻ്റെ ഒരു മാറ്റം 9-ലേക്ക് മാറുമ്പോൾ കർമ്മസ്ഥാന ശുദ്ധി വരികയും തൊഴിലിൽ അഭിവൃദ്ധിയും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തൊഴിൽ കിട്ടാൻ ഇടവരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനാണ് ഈ മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് യോഗമുള്ളത്. പക്ഷേ 15-ാം തീയതിക്ക് ശേഷം മാസ മധ്യത്തിന് ശേഷമാണ് അനുകൂലാവസ്ഥ കാണുന്നത്. എന്തായാലും സാമ്പത്തികമായ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനും മാനസികമായ നല്ല സന്തോഷം അനുഭവിക്കാനും ഈ മാസത്തിൽ സാധിക്കും. കഴിഞ്ഞ മാസത്തിലൊക്കെ വ്യാഴപ്പിഴവിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കണ്ടകശനി എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് വേണ്ട രീതിയിൽ കിട്ടാതെ ഇരിക്കുക എന്ന് പറയുന്നൊരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ ശത്രു സ്ഥാനാധിപതി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കർമ്മമുട്ട്, ദേഹമുട്ട്, ഗ്രഹമുട്ട് മുതലായിട്ടുള്ള മുട്ടുകളൊക്കെ തീർക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമാണ്. അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ എന്തായാലും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.